തൊടു തൊടു എന്തു പറ്റി? ഞാൻ ഇവിടെ നിക്കുന്നില്ല മുതലാളി. എന്താ തങ്കപ്പാ? ഞാൻ ഇവിടെ നിക്കത്തില്ല. കുഞ്ഞുണ്ണില്ലേ, അവനൊരു കല്ലെടുത്തന്നെ തലക്കിടെ പുറക്കിട്ട് എറിഞ്ഞു. എന്റെ ദൈവമേ, ഇവന്റെ കാര്യം വലിയ ശല്യമായില്ല. താൻ പോകരുത്, ആ ക്ഷമിക്ക്. ഞാൻ ഇവിടെ നിക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് പോവാ. എടോ, എന്നെ ഓർത്ത് താന്നു ക്ഷമിക്കടോ. ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ? താൻ പോകരുത്. ഞാൻ പോകും. താൻ പോകരുത്. താൻ പോയി കഴിഞ്ഞാൽ ചക്ക കുഴയുന്ന പോലെ എല്ലാം കുഴയും. ഒരു കാര്യം ചെയ്യും, എനിക്ക് ശമ്പളം കൂട്ടി തരുമോ? ശമ്പളമൊക്കെ കൂട്ടി തരാം. കറക്റ്റ് ആയിട്ട് താൻ ഇവിടെ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ. പണി ചെയ്യുന്നില്ലല്ലോ. മിറ്റ വലിക്കണം, പാത്രം കഴുകണം, വിറകിടണം, തുണി അലക്കണം. ഇതൊക്കെ പിന്നെ ആരാ ചെയ്യുന്നത്? നിർത്ത്. എടോ, ഒരു നിസ്സാരമായ ഒരു പണി പറഞ്ഞു. ഈ ബൾബിന്റെ ഹോൾഡർ ഒന്ന് മാറ്റാൻ പറഞ്ഞിട്ട് 2 ദിവസമായി. ഇവിടെ വെട്ടമില്ല. തനത് മാറിയായിരുന്നോ? ബൾബൊക്കെ മാറ്റിടാം. ശമ്പളം കൂട്ടി തരുമല്ലോ. ശമ്പളമൊക്കെ കൂട്ടി തരാം. ആദ്യം ജോലി ഇറക്കാട്ടി. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഞാൻ കുഞ്ഞുണ്ണി പറയാൻ എന്നെ ഉപദ്രവിക്കുന്നത് നോക്കണ കുഞ്ഞുണ്ണിയെ. ഞാൻ ഈ ബൾബൊക്കെ ഒന്ന് മാറിയൊക്കെ ഇതെങ്ങനെ അത് ശരി. ഈ ബൾബ് ഒന്ന് മാറ്റി ഇട്ടാ പോരെ, വേറെ കേസ് കിട്ടൊന്നുമില്ലല്ലോ. എനിക്കറിയാം. കുഞ്ഞുണ്ണിയെ, കല്ലെടുത്തറിഞ്ഞ പോലെ എന്നെ തേക്കിടല്ലേ കേട്ടോ. എന്റെ സ്വഭാവം മാറാം കേട്ടോ. വേണ്ട. ബൾബൊന്ന് മാറിടാൻ നോക്കുമ്പോഴത്തേക്കും കരണ്ടായിരുന്നു. വേണ്ട, ഇപ്പം മാറണ്ട കാര്യമൊന്നുമില്ല. അവർക്കിട്ടുള്ള സമയത്ത് കരണ്ട. അത് ഒരു കാര്യം ചെയ്യും, ഇപ്പം ചെയ്യണ്ട, പിന്നത്തേക്ക് ചെയ്യാം. പോയേക്കോ. പറഞ്ഞേക്കാത്തോനെ വേണ്ട അതിപ്രസംഗം കാണിക്കണ്ട. നീ എന്തിനാ പാവപ്പെട്ട തങ്കപ്പന്റെ തലക്കെട്ട് കല്ല് വെച്ചെറിഞ്ഞത്? ഞാൻ തലക്കിട്ട് കല്ല് വെച്ചെറിഞ്ഞല്ലോ. പിന്നെ ഞാൻ കണ്ണിനിട്ടെറിഞ്ഞോ, കൊണ്ടപ്പോ തലക്കിട്ടായി പോയി. ദൈവമേ, എടാ ഞാൻ ഇങ്ങോട്ട് വരുന്ന വേണ്ടോ നിന്നെ ചരിത്രം പഠിപ്പിക്കുന്ന ആ മാഷിനെ കണ്ട്. അപ്പോഴാണ് നിന്റെ ചരിത്രം മൊത്തം ഞാൻ അറിഞ്ഞത്. തങ്കപ്പൻ മാഷ്. ഇത്രമാത്രം വിവരമുള്ള അയാൾ എന്നോട് പറയാണ് നിനക്ക് ചരിത്രത്തിൽ ഒരു വക അറിയാൻ മേലെന്ന്. അതെങ്ങനെ എനിക്കറിയാൻ പറ്റണ? ചരിത്രം എന്ന് പറഞ്ഞാൽ സാറ് ചോദിക്കണേ ഞാൻ ജനിക്കണതിന് മുമ്പുള്ള കാര്യങ്ങളല്ലേ? എടാ പൊന്നു മോനെ, ചരിത്രം എന്ന് പറയുന്നത് നീ കഴിഞ്ഞ ദിവസം ഈ അയൽവക്കം വെറുപ്പിച്ചല്ലോ. അയൽവക്കത്തെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒന്നും അറിയാൻ പാടില്ലാത്തവരൊന്നും ധരിക്കരുത്. കഴിഞ്ഞ ദിവസം ലക്ഷ്മി ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അറിയാവോ ലക്ഷ്മി ടീച്ചർ എന്തുവാ ചോദിച്ചത്? ക്ലാസ്സിൽ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണേ, ആരാണ് പെഞ്ഞിന്റെ കാലുകൾ തല്ലി പൊട്ടിച്ചതാ? അപ്പൊ നീ എന്നാ പറഞ്ഞു? ഞാനാന്ന് പറഞ്ഞു. നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊക്കെ കയറി ഏക്കാൻ പോകുന്നത്? പറ്റിപ്പോയപ്പോ ഞാൻ നിനക്കെല്ലാം പറ്റിപ്പോന്നാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഈ അയൽവക്കത്ത് കയറി നീ എന്തോ കാണിച്ചു? അയൽവക്കത്ത് പുതിയ താമസക്കാർ വന്ന് ആ പരമേശ്വരൻ നേരം മുഖത്ത് നോക്കാൻ എനിക്ക് നാണോ ഇപ്പൊ? ആ ബാങ്കിലെ ജോലിയുള്ള ചേട്ടൻ. അത് തന്നെ. ഇത്രശം മീശുള്ള ചേട്ടൻ. ഇത്രശം മൂക്കുള്ള ചേട്ടൻ. നീ അവിടെ കയറി കാണിച്ചു തന്നാലും നീ പറയരുത്. അത് ഞാൻ പരിചയപ്പെടാൻ ചെന്നല്ലേ. എന്ത് പരിചയപ്പെടാൻ ചെന്നപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ ആ ചേട്ടനൊന്നും കണ്ടില്ല. 2 നില വീടാണല്ലോ. 2 നില വീട്. അപ്പൊ ഞാനിങ്ങനെ താഴത്തെ നില കൂടെ കയറി ചെന്നപ്പോ അവിടെ മൂലയ്ക്ക് മേശയുടെ മോളിലെ ഈ കുഞ്ഞും കളറുള്ള മീനെ കിട്ടു വെച്ചേക്കണ ഒരു ചതുരത്തിലുള്ള ഒരു ഭരണി ഉണ്ടല്ലോ. അതിന്റെ പേര് എടാ മോനെ, അതാണ് അക്വേറിയം. മതി പറയിങ്ങോട്ട്. ആ സാധനല്ലേ, അതിനകത്ത് കൂടെ മീൻ ഇങ്ങനെ ഓടി കിടക്കുന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. പിടിക്കുന്നത് ഭയങ്കര. അങ്ങനെ ഞാൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ നോക്കി. കുറെ നേരം ചൂണ്ടിട്ട് മീൻ ഒറ്റണം കൊത്തില്ല. ദേഷ്യം വന്നപ്പോ ചൂണ്ടയുടെ കണെടുത്തിട്ട് ഒരടി, എന്നിട്ട് ഓരോ മീനെടുത്ത് ഞാനിങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുമ്പോഴത്തേനും ആ ചേട്ടൻ ഇത്രയും ചെയ്തിട്ടും അയാൾ നിന്നെ ഒന്നും ചെയ്തില്ലേ? പിന്നെ ആ ചേട്ടൻ വന്നിട്ട് എന്നെ മോളിൽ കൊണ്ട് തീർത്തിട്ട് ഭയങ്കര വർത്താനം. എന്ത് വർത്താനം? അയാൾ മിടുക്കനാണല്ലോ. അപ്പൊ അയാൾ മോളിൽ കൊണ്ട് തീർത്ത ഒരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ അപ്പ തന്നെ പറയണ്ട. നീ അല്ല കഴുത, നിന്റെ അപ്പനാണ് കഴുതെന്ന് പറയണ്ടേ? ഞാൻ അപ്പ തന്നെ പറഞ്ഞപ്പോ എന്റെ മോൻ പറയും, എനിക്കറിയാം. എന്ത് പറഞ്ഞു? ഞാനല്ല കഴുത, എന്റെ അപ്പനാ കഴുതെന്ന് പറഞ്ഞു. എടാ നീ ഇതാ പറഞ്ഞു, നീ ഇവിടെ നിന്നും പോകരുത്. നീ എന്നെ ഒന്നും പറയിപ്പിക്കരുത്. നീ കളിച്ച് നീ ആ പള്ളിയിലച്ഛന്റെ എന്തൊക്കെയാ ചെയ്ത്? പള്ളിയിലച്ഛൻ ഞാൻ ചെന്നപ്പോ പള്ളിയിലച്ഛൻ എന്നോട് പറഞ്ഞു ആ ലോഹയെ പിടിച്ച് വലിച്ചെന്നോ? എന്റെ പൊന്നപ്പച്ച സത്യമായിട്ടത് എന്റെ അപ്പച്ചനാണ് സത്യം. ഞാൻ പള്ളിയിലച്ഛന്റെ ലോഹ പിടിച്ച് വലിക്കാൻ പോയതല്ലേ, ഞാൻ അയാളുടെ ലോഹത്തെ കത്തിക്കാൻ വേണ്ടി പോയത്. ആ പള്ളിയിലച്ഛനെ ഒന്നും ചെയ്യരുത്, അത് പാപമാണത്. കുറ്റമാണത്. അറിഞ്ഞു മനസ്സിലായി നിനക്ക്? അത് കുറ്റം പാപം എന്നൊക്കെ അപ്പച്ചനല്ലോ. ബൈബിളിൽ ഉണ്ടത്. ബൈബിളിലുള്ളത് പറഞ്ഞില്ലേ, എല്ലാ ദിവസം വേദപാഠ ക്ലാസ് ചെല്ലുമ്പോഴേ അച്ഛൻ പറയും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും കുമ്പസരിച്ചാൽ മതി. ഞാൻ അപ്പൊ തന്നെ കുമ്പസരിച്ചു.
എടാ ഈ കണക്കിന് ഞാൻ പോയി കുമ്പസരിക്കേണ്ടി വരുമല്ലോ. ഇങ്ങോട്ട് നോക്കി, ഇത് നീ ഇങ്ങനെയുള്ള വർത്താനമൊക്കെ പറഞ്ഞെന്നറിയോ, ഈ കുസൃതിയൊക്കെ പറഞ്ഞെന്നറിയോ? നിനക്ക് അടിസ്ഥാനമില്ല. എടാ അടിസ്ഥാനമില്ല. ഇപ്പൊ അച്ഛൻ പറയുന്ന മോൻ ശ്രദ്ധിച്ച് കേക്ക്, എന്നിട്ട് നന്നാവും നീ. എടാ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു അടിസ്ഥാനം വേണം മോനെ. അതായത് ഇപ്പൊ നീ 1ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? 1, 2, 3, 4 എല്ലാം അടിയിന്നാണ് തുടങ്ങുന്നത്. അതിനാണ് അടിസ്ഥാനം. ഇപ്പൊ നമ്മളൊരു വീട് കെട്ടിയാലും ആദ്യം നമ്മൾ തറ കെട്ടി, അവിടെ നിന്ന് അങ്ങനെ കെട്ടി പൊക്കി പൊക്കി. അപ്പൊ എന്ത് ചെയ്താലും അതിന് അടിസ്ഥാനം വേണം, അടിയിൽ നിന്ന് വേണം തുടങ്ങാൻ. അപ്പൊ എന്ത് പണി ചെയ്താലും നമ്മൾ അടിയിൽ വേണം തുടങ്ങാൻ. അങ്ങനെയാണ് അപ്പത്തെ ഒരു ഭയങ്കര സംശയം. എന്താണ് സംശയം? മിടുക്കൻ. സംശയം ചോദിക്കണം, അച്ഛനോട് ചോദിക്കണം. അച്ഛടെ പൊന്നുമോന് സംശയം അച്ഛൻ പറഞ്ഞു തരാ. നീ പറ എന്താ മിടുക്കം? അപ്പൊ ഈ കിണറിന്റെ പണിയൊക്കെ എങ്ങനെയാ സാധാരണ? പിന്നെ ഞാൻ കൊല്ലും, ഞാൻ തല്ലി. വൃത്തികെട്ട ചോദ്യം ചോദിക്കുന്നത്. അച്ഛൻ ചോദിക്കാം. അച്ഛൻ ഇങ്ങനെ സയൻസ് പഠിപ്പിച്ചില്ലായിരുന്ന? അച്ഛനെ പൊന്നുമോന് ബാക്കി ചോദ്യം അച്ഛൻ ചോദിക്കാം. ഉത്തരം പറ കേട്ടാ. എടാ മഴ പെയ്യുമ്പോൾ ഇടി മിന്നുന്നത് എന്തുകൊണ്ടാണ്? എടാ മഴ പെയ്യുമ്പോൾ മിന്നൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എല്ലായിടത്തും തുല്യമായിട്ട് മഴ പെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ദൈവം ടോർച്ചടിച്ചു നോക്കണോ? ശരിയായിരിക്കോ? ചിലപ്പോ അത് തന്നെ ആയിരിക്കും. മിടുക്കൻ. കൊടുകൈ കൊടുകൈ കൊടുകൈ. അടിച്ച് കൊന്നുകളയും. ഇനി അച്ഛൻ ചോദിക്കാൻ പോണ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അച്ഛൻ മോനെ ഇങ്ങനെ പാലൂട്ടി തേനൂട്ടി വളർത്തിയൊക്കെ വലുതാക്കുന്നുണ്ടല്ലോ. അപ്പൊ നിന്റെ ഭാവി ഒന്ന് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ പൊന്നു മോൻ വളർന്ന് അങ്ങ് പന്തലിച്ചു കഴിഞ്ഞാ മോൻ ആരെ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം? എനിക്ക് അച്ഛന്റെ അമ്മേനെ കല്യാണം കഴിച്ചാൽ മതി. എടാ തല്ലി കൊല്ലും ഞാൻ. വൃത്തിയായിട്ട് വർത്താനം പറഞ്ഞ കേട്ടാ. ഇങ്ങോട്ട് ചൂടാവൊന്നും വേണ്ട. എന്റെ അമ്മേനെ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് അച്ഛന്റെ അമ്മേനെ കല്യാണം കഴിക്കാം. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം. എടാ മോനെ അതല്ല അച്ഛൻ ചോദിച്ചത്. ഇപ്പൊ എന്റെ അച്ഛന്റെ പൊന്നു മോൻ ഇവിടുന്ന് പഠിച്ച് ലണ്ടനിൽ പോയി, അമേരിക്ക പോയി, കാനഡ, അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി പഠിച്ച് വലുതായി കഴിഞ്ഞ് ഇവിടെ വരുമല്ലോ. അപ്പൊ അച്ഛൻ ഒരു പെണ്ണിനെ ഫിക്സ് ചെയ്ത് കാണിച്ചു തരത്തില്ലേ? അങ്ങനെ ഇരിക്കുന്ന കൊച്ചിനെ ആരെ കല്യാണം കഴിക്കാൻ ഇഷ്ടമെന്നാണ് അച്ഛൻ ചോദിച്ചത്. മനസ്സിലായില്ലേ? അച്ഛൻ 3 സജഷൻ തരാം. 1 ഒരു ടെലിഫോൺ ബൂത്തിൽ നിൽക്കുന്ന പെണ്ണ്, 2 ഒരു നേഴ്സ്, 3 ഒരു ടീച്ചർ. ഇതിൽ ആരെയായിരിക്കും മോനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്? ടെലിഫോൺ ബൂത്തിൽ ഇരിക്കുന്ന പെണ്ണെ കട്ടെ ശരിയാവില്ല. എന്താണ് മോനെ? പിന്നെ എപ്പോഴും ക്യൂവിൽ നിൽക്കേണ്ടി വരും. കല്യാണം കഴിച്ചിട്ട് ക്യൂവിൽ നിൽക്കാൻ പറ്റത്തില്ലോ. അത് പറ്റത്തില്ല. പിന്നെ നേഴ്സാണെങ്കിൽ ശരിയാവത്തില്ല. അതെന്താ മോനെ? നമുക്ക് ഗുളിക തന്നെ പോലെ ഇടയ്ക്കിടയ്ക്ക് ആഹാരം തരത്തുള്ളൂ. പിന്നെ സ്ഥിരമായിട്ട് കടത്തി ഉറക്കം ചെയ്തു ബെഡ് റെസ്റ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ടീച്ചറെ കല്യാണം കഴിച്ചാൽ മതി. ടീച്ചറെ കല്യാണിച്ചാൽ മതി? അതെന്താ മോനെ നിനക്ക് ടീച്ചർ തന്നെ ഇത്രയായിട്ട് ഇഷ്ടമായത്? ടീച്ചർ ആവുമ്പോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി തരുകയും ചെയ്യും. പിന്നെ എത്ര രാത്രിയായാലും ഹോംവർക്ക് ചെയ്യാതെ കിടത്തി ഉറക്കത്തില്ല. കൊല്ലും ഞാൻ. എക്സാം വരെയാണ്, മര്യാദക്ക് ഇവിടുന്ന് പഠിച്ചോണം. ഇവിടുന്ന് ചലിച്ചിട്ടുണ്ട് ഞാൻ തല്ലി കൊല്ലും ഞാൻ. അപ്പുറത്തോണ്ട് ഞാൻ പറഞ്ഞേട്ടാ. ഇനി ഞാൻ മര്യാദക്ക് പഠിപ്പിക്കാൻ നോക്കട്ടെ. വടി എടുത്തു. അച്ഛനിപ്പോ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന ചെവി പൊന്നായിട്ടിരിക്കും. ചെവി ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. എന്നാ കാണുന്ന പറഞ്ഞ കുഞ്ഞുണ്ണിയേ, സ്വർഗം കാണുന്നുണ്ടോ? സ്വർഗം അങ്ങനൊന്നും കാണാൻ പറ്റത്തില്ല. എടാ സ്വർഗമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ, നിനക്കറിയാമല്ലേ? സ്വർഗമൊന്നും കണ്ടു. നിന്റെ സ്വർഗം ഞാൻ കാണിക്കാം. അതായത് ഇവനിട്ടൊരു പണി കൊടുത്താ കൊള്ള. ഇവൻ നേരത്തെ ഇവനെ കല്ലെടുത്ത് എന്റെ തലക്കിട്ടെറിഞ്ഞതാ. സ്വർഗം കാണില്ലേ? അതായത് കണ്ടിട്ടുണ്ടോ? ഇവിടെ നിരന്തരം സ്വർഗം ഞാൻ കണ്ടോണ്ടിരിക്കുന്നല്ലേ? ഡെയിലി ആ സ്വർഗത്തിൽ പൊക്കോണ്ടിരിക്കുന്നതാ. ആ സ്വർഗം കാണിച്ചുതരാം. നീ ഇതും കൊണ്ട് നോക്കി വേണ്ട കണ്ടോ? അതിനകത്ത് കൈയിട്ട് കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കാണാം. ഞാൻ ഡെയിലി അതിനകത്ത് കൈയിട്ട് ആ സ്വർഗം കാണുന്നത്. പിന്നെ സ്വർഗത്തിലൊക്കെ പറഞ്ഞാൽ ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം എനിക്ക് വേണ്ട. അതെന്താണ്? ഐസ്ക്രീം വല്ല കേസിലൊക്കെ കൊടുക്കും. അതുകൊണ്ട് അച്ഛന് കൊടുത്താൽ ഐസ്ക്രീം കഴിക്കണത് ആപ്പിളും ഓറഞ്ചും മുന്തിരി മാത്രം കഴിച്ചാൽ മതി. അത് മതി. അപ്പൊ നീ കൈയിട്ടേ സ്വർഗം കാണാം. ശരിക്കും തുടരണം കേട്ടോ. അതിനകത്ത് തുടരണം. ഇവിടെ ഒന്നുകൂടെ ചാടിക്കതി എത്തത്തില്ലേ? ഒരു കാര്യം നിന്നെ ഞാൻ സ്വർഗം കാണിക്കാവേ. കുഞ്ഞുണ്ണി മോനെ സ്വർഗം കാണിക്കാവേ. കറക്റ്റ് നിന്നെ കേട്ടോ. സ്വർഗം കറക്റ്റ് അതിനകത്തേ. കണ്ടോണേ പിടിച്ചോളേ.